ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്കെല്ലാം അയ്യപ്പ സംഗമം കാരണമായി. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചതെന്നും ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ ചോദിച്ചു. ഗോകുൽ രമേശ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, പിണറായിക്കും MV ഗോവിന്ദനുമെതിരെ വലിയ വിമർശനങ്ങൾ ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഉയരുന്നുണ്ട്. പക്ഷേ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അതിനും അപ്പുറത്തേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നത് ഒരു തെറ്റായ പരിപാടിയായിപ്പോയി. അതായത് ഒരു ഭാഗത്ത് സ്വർണ്ണക്കവർച്ചയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പാർട്ടി, മറുഭാഗത്ത് അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത് കൊണ്ട് എന്ത് കാര്യം എന്ന വസ്തുത ഇപ്പോൾ സഖാക്കൾ തന്നെ ചോദിക്കുകയാണല്ലേ നേതാക്കളുടെ മുഖത്ത് നോക്കി? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ മുതൽ തന്നെ ഈ രീതിയിലുള്ള വിമർശനം CPM-നെതിരെ ഉയർന്നിരുന്നെങ്കിലും CPM നേതാക്കൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി ആ ഒരു തിരിച്ചറിവിലേക്ക് CPM-നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. എന്തായാലും ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ തിരിച്ചടിയായി മാറി, വലിയ അബദ്ധമായി മാറിയെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പ്രതിസന്ധികൾക്കെല്ലാം കാരണം അയ്യപ്പ സംഗമമാണ് എന്നും സർക്കാരിന്റെ ധൂർത്തായിരുന്നു ആ ഒരു പരിപാടി എന്നും അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഘടകമായിട്ട് മാറി എന്നുള്ളതുമാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്തൊരു പരിപാടിയായിരുന്നു അത് എന്നും നേതാക്കൾ വിമർശന രൂപേണ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സ്വർണ്ണ കവർച്ച കേസിൽ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയൊന്നും എടുത്തിരുന്നില്ല. പാർട്ടിയെ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറാൻ കാരണമായി. പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തു, ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്ത് എന്നുള്ള രീതിയിലൊക്കെ ജില്ലാ കമ്മിറ്റി നേതാക്കൾ ഇന്നലെ യോഗത്തിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടും പരസ്പരം പൊട്ടിത്തെറിച്ചും ഒക്കെ തന്നെയാണ് ജില്ലാ കമ്മിറ്റി യോഗവും അതോടൊപ്പം തന്നെ ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇപ്പോൾ ായിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. മുമ്പ് മറ്റ് കമ്മിറ്റികൾ ഉണ്ടായതുപോലെ പിണറായിക്കെതിരെയും ഒപ്പം മന്ത്രിമാർക്കെതിരെയും ഒക്കെ രൂക്ഷ വിമർശനം ഉണ്ടായി. MV ഗോവിന്ദനടക്കമുള്ള നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീണ ജോർജിനെതിരെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായി. വീണ ഇന്നലെ തിരിച്ച് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. എന്തായാലും അതിന് പിന്നാലെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു കാര്യം കൂടി വിമർശന രൂപേണ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. എന്തായാലും ഇത് ഗോകുൽ, എന്തായാലും പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയിലാണ് വലിയ വിമർശനം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഒരു ഇടത് സർക്കാർ അത് നടത്തേണ്ട കാര്യമില്ല. മാത്രമല്ല, സ്വർണ്ണ കവർച്ചയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പത്മകുമാർ മുൻ MLA CPM നേതാവ് പ്രതിപ്പട്ടികയിൽ വന്നിട്ടും എന്ത് നടപടിയാണ് ആ വിഷയത്തിൽ പത്മകുമാറിനെതിരെ എടുത്തത് എന്ന ജനങ്ങൾ ഉന്നയിച്ച ചോദ്യം ഇപ്പോൾ CPM-ൽ തന്നെ ഉയരുകയാണ്. MV ഗോവിന്ദനും പിണറായിക്കുമൊക്കെ എതിരെയാണ് ഈ ചോദ്യങ്ങൾ ഉയർന്നത്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.